ഇതാ ഇന്നും നേരം വെളുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നോക്കി ഇന്നും സ്നോ വീണെടുക്കണം കേട്ടോ. അത് നല്ല രാത്രി വീണേക്കും കേട്ടോ. നമ്മുടെ പുതിയ 2 പൂച്ചക്കുട്ടന്മാരുണ്ടല്ലോ, നമ്മുടെ ക്യാഷും പിന്നെ കാച്ചിലും. ഞാൻ പറഞ്ഞില്ലേ രാത്രി ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു 7 മണി 7:30 ആകുമ്പോൾ അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുള്ളൂ. ഫുഡിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന എപ്പോഴും ഇങ്ങനെ വന്നിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ വീഴുന്നില്ല കേട്ടോ, സ്നോ ഇപ്പോൾ വീഴുന്നില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ, ജസ്റ്റ് നോക്കിയപ്പോഴാണ് സ്നോ വീണെടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഴുന്നില്ല. കുറച്ച് സ്നോ പറഞ്ഞിട്ടുള്ളൂ, ചിലപ്പോൾ വീഴുമെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ അതിന് എനിക്ക് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈക്ക് അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇന്ന് ഞാൻ നമ്മൾ ചിക്കൻ്റെ റെസിപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട. ഇതിൻ്റെ എല്ല് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഇവിടെ നമുക്ക് കടയിൽ നമുക്ക് ബോൺലെസ് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷെ അത് ഞാൻ വെച്ചിട്ട് സാധാരണ കറികളൊന്നും വെക്കാറില്ല. കാരണം അങ്ങനെ അത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ എല്ലുള്ള ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ എല്ല് മാറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എല്ലുള്ള ചിക്കൻ ആയിരുന്നാലും കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ മസാല പൊടികളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഈ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക, സാധാരണ നമ്മൾ വെക്കണ പോലെ. എന്നിട്ട് ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കും. ഭയങ്കര ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഓക്കെ, അത് നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ കാണാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെയുള്ള മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ചിക്കൻ കഴുകിയിട്ടെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കളയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചിക്കൻ ശരിക്കും പിടിക്കില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഇത് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മസാല ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ നല്ല ചതച്ച മുളക് നന്നായിട്ട് ചേർക്കും. കൊണ്ടാട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല എരിവ് ഉണ്ടാവണം. അപ്പം ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഈ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് കാശ്മീരി മുളക് പൊടി പൊടിച്ചു കൊണ്ടുവന്നിട്ട് ഭയങ്കര എരിവായിരുന്നു എന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ പോയിട്ട് കാശ്മീരി മുളക് വാങ്ങിച്ചിട്ട് വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ചിട്ട് എടുക്കാറാണ് ചെയ്യാറുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും പോൾസൈഡും നാട്ടിൽ പോയപ്പോൾ പൊടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിന്നാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഞാനും കൊണ്ടുവന്നപ്പോഴും പോൾസൈഡും കൊണ്ടുവന്നപ്പോഴും ഭയങ്കര എരിവായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ വാങ്ങണ്ട, കടയിൽ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, പല ഗ്രേഡ് ഉണ്ട് അതിന്. അപ്പോൾ ഏറ്റവും വില കൂടിയ ഗ്രേഡാണ് ശരിക്കും നല്ല കാശ്മീരി മുളക് പൊടിയുടെ പോലെ ഇരിക്കുന്നത്, കാശ്മീരി മുളകിൻ്റെ പോലെ ഇരിക്കുന്നത്. അതിന് കുറച്ച് നല്ല വലുപ്പമൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു ചുരുളിച്ചുണ്ടാവും അതിന്. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. കാരണം ഞാനൊരു കടയിലായിട്ട് അത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ തന്നെ ഒരു മുളക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ എരിവ് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൊട്ടിച്ച് നോക്കി ഭയങ്കര എരിവ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ലല്ലോ, ഇതിനെന്ത് ഇത്ര എരിവ്? അപ്പോൾ അവർ പറയുന്നു ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ്, അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി അവിടെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്കമാലി മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ഈ മുളക് വാങ്ങിച്ചത്. ഈ കാശ്മീർ ശരിക്കുള്ള മുളക് അതിന് കിലോന് 800 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. മറ്റേ മുളകിന് എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡ് ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കടകളിൽ കിട്ടുന്നുണ്ട്. കടകളിൽ കിട്ടുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാവും, അതിനകത്ത് എന്തെങ്കിലും മായമൊക്കെ ആയിരിക്കും. ഈ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അധികം വിലയില്ല, 300 രൂപ കണ്ട വിലയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഇതാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ അതങ്ങനെ നോക്കിയിട്ട് വാങ്ങണം, ഫസ്റ്റ് ഗ്രേഡ് വാങ്ങണം. അതിനായിരിക്കും എരിവ് കുറവ്. കാരണം നമ്മൾ ഇതിന് മുമ്പാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ഇങ്ങനെ മുളക് പൊടി ഞാൻ എരിവ് ഉണ്ടാവാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അമ്മയെ പറഞ്ഞിട്ട് ഞങ്ങൾ അത്രയും മുളക് ഇട്ടിട്ട് ഞങ്ങളുടെ കറിക്ക് ഭയങ്കര എരിവായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും മുളക് പൊടി എടുക്കുമ്പോൾ ഞങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഒട്ടും എരിവില്ല.
അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ, അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങനീര്, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ കാശ്മീരി മുളക് പൊടി എനിക്ക് നാട്ടിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാനിത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്ര പ്രാവശ്യം പ്രോത്സാഹനം പൊടിപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ പ്രോത്സാഹനം ചീത്ത പറഞ്ഞു, ഇത് എന്തുകൊണ്ട് മുളക് കൊണ്ടുവന്നേക്കണേന്ന്. ഞാൻ പറഞ്ഞു ഇനി പ്രോത്സാഹനം കൊണ്ടുവരട്ടെ, ഞാൻ പോകുമ്പോൾ കൊണ്ടുവന്നോളാതാണ്. ഞാനും പോയിട്ട് വന്ന് കൊണ്ടുവന്നപ്പോൾ ഇതന്നെ അവസ്ഥ. അപ്പം എനിക്ക് മനസ്സിലായി ഇനി എന്തോ കുഴപ്പമുണ്ട്, നമ്മൾ കടയിൽ നിന്ന് ഈ പൊടിപ്പിക്കുന്നോടത്ത് വാങ്ങാണല്ലോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവരേനെ പറഞ്ഞിട്ട് കയറില്ല. കാരണം 800 രൂപയുടെ മുളകൊക്കെ വാങ്ങിച്ച് പൊടിപ്പിച്ച് വെച്ചിട്ട് കാശ്മീർ മുളക് പൊടി ഇപ്പോൾ നമ്മുടെ കൊടുത്തന്നെ ആൾക്കാർ അത്രയ്ക്ക് വിലയ്ക്കൊന്നും മുളക് പൊടി അങ്ങനെ വാങ്ങില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ പൊടിച്ചിങ്ങനെ കൊടുക്കുന്നവരൊക്കെ ചിലപ്പോൾ ഈ സെക്കൻഡ് ഗ്രേഡ് ആയിരിക്കും എടുക്കണേന്ന് എനിക്ക് തോന്നണം കേട്ടോ. എല്ലാത്തിനും കളറുണ്ട്, മറ്റേ മുളക് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, അതിന് നല്ല കളറുണ്ട് നല്ല എരിവുണ്ട്. ഇതിന് നല്ല കളറുണ്ട്, ഇതിന് എരിവ് കുറവാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി നമ്മൾ അരച്ചത് ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് എനിക്ക് സവോള കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം 2 വലിയ സവോള നല്ല സ്ലൈസ് ചെയ്തിട്ടല്ല എടുക്കുന്നത്, കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. നല്ല അത് ഭയങ്കര കുരുന്നല്ല, കുറച്ച് ഇതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. സവോള അപ്പോൾ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് സവോളനെ ഇങ്ങനെ ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കാം. അതേപോലെ എടുത്താൽ മതി, ഒരുപാട് കുരുകുരുന്ന് തന്നെ കട്ട് ചെയ്യണ്ട. ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം, ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ ചിക്കൻ നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം, അതിൻ്റെ ഒരു സമയം മാത്രമേ നമുക്ക് എടുക്കുള്ളൂ. സ്പിൻ ഞാൻ നോക്കിയേ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ സ്നോ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, വീഴുന്നുണ്ടല്ലേ, ചെറുതായിട്ട് വീഴണുള്ളൂ. ഇവിടെ ഇത് നമ്മുടെ മുരിങ്ങ കേട്ടോ. അന്ന് മുരിങ്ങ നമ്മൾ നമ്മുടെ ഡാലിയ തോട്ടത്തിൽ നിന്ന് വലിയത് പറിച്ചിട്ടുണ്ടായില്ലേ, വലിയ മുരിങ്ങ. അതിൻ്റെ കിഴങ്ങ് ഭയങ്കര നീണ്ടു പോയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ചട്ടിയിൽ വെച്ചത്. പക്ഷേ ഇതിന് കിളിർപ്പ് വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം കുറച്ച് വൈകിട്ടാണ് കിളിർപ്പ് വന്നത്. പക്ഷേ നല്ല പച്ച കളർ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെറിയ മുരിങ്ങ കേട്ടോ. അതിൻ്റെ അവിടെ മറ്റേത് ഞാൻ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന വിത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ പയറുണ്ടായിരുന്നില്ലേ, അമരപ്പയർ, അതിൻ്റെ വിത്ത്. അതിൻ്റെ വിത്ത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയും എടുത്ത് കൊണ്ടുവന്നു. അന്ന് ഐസ് വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു നനവുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വെച്ചതാണ്. പിന്നെ നമ്മുടെ വേപ്പ് വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയുടെ വിത്ത് എടുത്ത് കേട്ടോ. വേറൊരു മത്തങ്ങ നമ്മുടെ വീട്ടിൽ ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ല ആ മത്തങ്ങ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മറ്റേ വലിയ മത്തങ്ങ. അതിന് ഞാനതിൻ്റെ ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുന്നതല്ലേ, അതല്ലാതെ ഞാനിവിടെ ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ചിമ്പുകൂട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് അലീന ചിമ്പുനെ രോമ ഈരി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഞാനിവിടെ നേരത്തെ വാല് തുറന്ന് കഴിഞ്ഞപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഓടി വന്നതാണ്. മറ്റേ 2 കുഞ്ഞു പൂച്ചകൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചിക്കൻ ഇടാട്ടെ. നമ്മൾ ചിക്കനൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ വറുക്കാൻ ഇടുമ്പോൾ ഒരു ഇച്ചിരി സ്പേസ് ഇല്ലാണ്ട് കുറച്ച് നിറച്ചിട്ടാലും കുഴപ്പമില്ല. കാരണം ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവില്ല. ചിക്കൻ ഒന്ന് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ബാക്കിയുള്ള ഇതിനൊക്കെ അതിനകത്ത് സ്ഥലം ഉണ്ടാവും. ഇതാ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിക്കൻ്റെ സോഫ്റ്റ്നെസ് പോവുകയും ചെയ്യരുത് കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങനെ ഹാർഡാക്കിയിട്ട് വറുത്തിട്ട് എടുക്കണ്ട. നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിൽ കുറച്ച് ഓയിൽ കൂടുതലുണ്ട്, കുറച്ച് ഓയിൽ ഞാൻ മാറ്റാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എനിക്ക് ആ കടുകിൻ്റെ അത് ഇഷ്ടമാണ്. അത് കടുകിനെ പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടുകിൻ്റെ ഒരു ഓയിൽ വരുമല്ലോ, അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കടുക് പൊട്ടിച്ചാൽ മതി. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 വലിയ വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട് കേട്ടോ.
അടുത്തതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാണ്. അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. കാരണം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോയി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ സവോള ചേർത്താൽ മതി. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ചേർത്താൽ മതിയിട്ട് ഒരു പൊടിക്ക്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്താൽ മതി. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഒരു 1/4 ടേബിൾ സ്പൂൺ. എരിവനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തേക്കുന്ന ഉണക്കമുളകും കൂട്ടിയിട്ട് ചേർക്കാനുണ്ട്. അടുത്തത് ചേർക്കുന്നത് ചതച്ച മുളകാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടാ. കാരണം ചിലർക്ക് ചിലപ്പോൾ കൊണ്ടാട്ടത്തിന് ഭയങ്കര എരിവ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തോ. ഇതിലേക്ക് ഒരു 2 തക്കാളി ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതാട്ടോ ചേർക്കുന്നത്. അത് നോക്കിയേ, ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് മുരിഞ്ഞ് ഞെത്തുന്ന ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരണം കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇത് കൊണ്ടാട്ടമായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കുരുമുളകൊന്നും ചേർക്കില്ല കേട്ടോ. നമ്മുടെ ഗ്രേവി ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കട്ടെ. ഇനി ലാസ്റ്റ് ഞാനിതിലേക്ക് നമ്മളൊരു നാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചു, ബാക്കി നമ്മൾ ഇതിൻ്റെ കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കട്ടെ. പിന്നെ ഇവിടെ കിട്ടുന്ന തക്കാളിക്ക് എങ്ങനെ തീരെ പുളിയും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ കിട്ടുന്ന തക്കാളി, നല്ല പുളിയുള്ള തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ മസാലയ്ക്ക് ഒന്നേ നന്നായിട്ടൊന്ന് ആ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് ആ മസാല നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഈ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ട നമ്മളൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താട്ടെ. സിമ്പിളായിട്ടുള്ള നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ഞാനാ പറഞ്ഞ പോലെ അത് നന്നായിട്ട് ആ മസാല ഒക്കെ ഉണ്ടല്ലോ ആ ചിക്കനുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ ഒട്ടിങ്ങനെ ഗ്രേവി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ആ ചിക്കനുമ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നവരെ അത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാനിതിലേക്ക് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നമുക്ക് കിട്ടുന്ന തക്കാളിക്ക് തീരെ പുളി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, നാട്ടിൽ കിട്ടുന്ന തക്കാളിക്കൊക്കെ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നാരങ്ങ നീര് ചേർത്താൽ മതി. പിന്നെ കൊണ്ടാട്ടമൊക്കെ ആകുമ്പോൾ കുറച്ചിങ്ങനെ അത്യാവശ്യം കുറച്ച് നല്ലൊരു എരിവൊക്കെ ഉണ്ടാവണം കേട്ടോ. അത് എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ. അപ്പം കഴിച്ചോട്ടെ. ഇപ്പോൾ നോക്കിക്ക് നന്നായിട്ട് ആ ചിക്കൻ്റെ മസാലയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. ചിക്കൻ നമ്മളും വറുത്തെടുത്താലും ഒട്ടും ഡ്രൈ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും ചിക്കൻ ഒരു അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതാ മാത്രമേ ആ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിരുന്നാലും ഈ മസാലയുടെ ടേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുള്ളൂ. കാരണം ചിക്കൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ മൊത്തം ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിന്നെ വേറെ ഒന്നും കയറില്ല. ഇതുണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചപ്പാത്തിയുടെ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചിങ്ങനെ സവോള ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിരുന്നിരുന്നിനെ കട്ട് ചെയ്തിട്ട് അതും കൂടിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.